ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടാ. ഏത് രാഷ്ട്രീയ പാർട്ടി ഏതോ രാഷ്ട്രീയ നേതാവാണ്. ഏത് പാർട്ടിയുടെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. പുള്ളി റോഡിന് നടുക്കം കൊണ്ട് സ്റ്റേജൊക്കെ കെട്ടി പ്രോഗ്രാം അല്ല എന്തോ പാർട്ടി പരിപാടി നടത്തി. അപ്പോൾ ആൾക്കാരൊക്കെ ക്ഷുഭിതരായി കേട്ടാ. അങ്ങനെയല്ലേ പറയണം, ക്ഷുഭിതരായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ആൾക്കാരെല്ലാം കലിപ്പുണ്ടാക്കി. റോഡിന് നടുക്ക് വണ്ടിയൊക്കെ ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റേജൊക്കെ കെട്ടി വെച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ പുള്ളിക്കാരൻ മൈക്കിലൂടെ പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ നമ്മൾ റോഡിൽ സ്റ്റേജ് കെട്ടിയതിൻ്റെ പേരിൽ നമ്മൾ ഈ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുമോ? ആളുകൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്, റോഡ് തടഞ്ഞ ആളുകൾ ചെറിയ എന്തെങ്കിലും പരിപാടി നടത്താൻ വേണ്ടി റോഡിലേക്ക് സ്റ്റേജ് കെട്ടുകയോ അങ്ങനെ റോഡ് തടയൽ എന്തെങ്കിലും കാണിച്ചാൽ ഉടനെ ആളുകൾ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞു കേട്ടോ. ശരിയാണ്, എന്തിനാണ് ഈ ആൾക്കാർ റോഡ് തടഞ്ഞതിൻ്റെ പേരിൽ, ജനജീവിതം സ്തംഭിപ്പിച്ചതിൻ്റെ പേരിൽ സുപ്രീം കോടതി പോകേണ്ട ആവശ്യം എന്താണ്? ഈ നാട്ടിലിപ്പം ഈ ആൾക്കാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർക്ക് റോഡ് തടയാനോ റോഡിലൂടെ മാർച്ച് നടത്താനോ റോഡിനെ എന്താണ് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നിനും ആളുകൾ സമ്മതിക്കുന്നില്ല. ഈ ആളുകൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഈ പുള്ളി ചോദിക്കുകയാണ് 10-25 കാറും എടുത്തുകൊണ്ട് റോഡിലോട്ട് ആളുകൾ ഇറങ്ങേണ്ട ആവശ്യം എന്താണ്? പുള്ളി ചോദിക്കുന്നത് നടന്നു പോകൂടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക്